ഉള്ളൂര് ഞാൻ 2 തവണ നേരത്തെ ജയിച്ചിരുന്നു. ഇപ്പോഴും എന്റെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തത് ജയിക്കാൻ വേണ്ടി തന്നെയാണ്. ജനങ്ങൾക്ക് എന്റെ വികസനങ്ങളും അവിടെയുള്ള പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് എന്റെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചത്. സർ, ഏത് രീതിയിലായിരിക്കും ഈ ഒരു മത്സരത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ഇപ്പോൾ 10 സീറ്റ് മാത്രം ഉണ്ടായിരുന്നിടത്ത് 51 സീറ്റിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു. ആ ഒരു ഇടത്തേക്കുള്ള 10-ൽ നിന്ന് 51-ലേക്കുള്ള ദൂരം നമുക്കറിയാം എത്രത്തോളമാണെന്ന്. അതിനെ എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത്? ജനങ്ങളുമായിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഇത്തവണ പ്രത്യേകിച്ച് ഉള്ളൂർ വാർഡിൽ ആ കൗൺസിലർ ചെയ്തിട്ടുള്ള വികസനങ്ങളൊക്കെ ആളുകൾക്ക് അറിയാം. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് പരിപൂർണമായി നമ്മൾ രംഗത്തിറങ്ങുക. അതിനൊക്കെ ആളുകൾ എനിക്ക് അനുകൂലമായി നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.